ഏയ് ചേച്ചി ഇതോളൊന്ന് തുറന്നരോ, ഞാനൊന്ന് മുറ്റത്തൊന്ന് നടന്നോട്ടെ, തുറക്ക്. അശ്ശേ, ചേച്ചി എന്താണ് ഈ കാണിക്കണം? തുറക്ക് വേഗം. അങ്ങോട്ട് മാറിക്ക്. ഹലോ ഗൈസ്, നിങ്ങളെയൊക്കെ കണ്ടിട്ട് എത്ര നാളായി. ഞാൻ ഈ ചേച്ചിയുടെ എപ്പോഴും ചെന്ന് പറയാറുണ്ട് ഇച്ചിരി വീഡിയോ ഒക്കെ ചെയ്യട്ടെ, ഞാൻ എല്ലാവരും എനിക്കൊന്ന് കാണണം, സംസാരിക്കണമെന്ന്. പക്ഷേ ഈ ചേച്ചി സമ്മതിക്കുകയാണ്. ഈ ചേച്ചി എപ്പോഴും ബിസി ആയിരിക്കും. നീ എന്ത് ചെയ്യാനാണ്? എനിക്കാണെങ്കിൽ നിങ്ങളെയും കാണണം, നിങ്ങൾക്കാണെങ്കിൽ എന്നെയും കാണണം. ഇതൊന്നും ഈ ചേച്ചിക്ക് വരണം മനസ്സിലാകത്തൊന്നും ഇല്ലെന്നേ. ആർക്കാണ് അടക്ക വേണ്ടത്? മുറുക്കണത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ അടക്കിയാണിത്. ഒരടക്ക പൊളിച്ചു കൊടുത്താൽ മാത്രമായിരുന്നു എനിക്കൊരു കലം വെള്ളം കിട്ടിക്കൊണ്ടിരുന്നത്. വെള്ളമല്ല, കഞ്ഞിയല്ല, ചോറ് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് അടക്ക പൊളിച്ചത്. ചേച്ചി അടക്ക, എനിക്കൊരു പാത്രം ചോറ് തരാമോ? അങ്ങനെ അടക്കൊക്കെ പൊളിച്ച സന്തോഷത്തിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ കുറച്ച് നേരം ആലോചിക്കും. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ? ഇങ്ങോട്ട് പോകാം. എന്ത് ചെയ്യണമെന്നറിയാനും പാടില്ല. കൂട്ടി കയറാനും കഴിയാൻ പാടില്ല. എന്നാൽ നമുക്ക് വീടൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാൻ പോകാം. വീടല്ല, വീടിൻ്റെ പരിസരം. ഏതെങ്കിലും ജന്തുക്കൾ ഈ വീടിൻ്റെ പരിധിയിൽ ഒളിച്ചിരിപ്പുണ്ടോ എന്നാണ് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ട്. മുട്ടയെന്നാ എനിക്ക് തന്ന മുട്ടയെടുത്ത്. മൊത്തക്കറിയും ചോറുമായിരുന്നു. അതിൻ്റെ മൊത്തം അവിടുത്തെ ഹോട്ടലത്തോടാണ് അവിടെ കിടക്കുന്നത്. ഇവിടെ എങ്ങാനും ആരെങ്കിലും വിളിച്ചിരിപ്പുണ്ടോ? ഞാനൊരു ഡിറ്റക്റ്റീവും കൂടിയാണ്. റോസമ്മ ഡിറ്റക്റ്റീവ്. മമ്മൂട്ടി കേൾക്കേണ്ടി വന്നു, എന്നെ തെല്ലിക്കൊന്ന് പറയും. എന്നാൽ ഡിറ്റക്റ്റീവ് റോസമ്മ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നയിലെ ഡിറ്റക്റ്റീവിനെ? വരൂ, കാണിച്ചു തരാം. ഇവിടെ സെർച്ച് ചെയ്യാം. അല്ല, ഇച്ചിരി നേരം കഴിഞ്ഞ് അപ്പുറത്ത് സെർച്ച് ചെയ്യാം. വല്ല പാപ്പക്ക് എൻ്റെ കടിയും കൊണ്ട് കിടക്കേണ്ടി വരും. അതുകൊണ്ട് സെർച്ച് ചെയ്യണ പോലെ വെറുതെ അഭിനയിച്ചത് ആരോടും പറയേണ്ട കേട്ടോ. ഇനി കുറച്ച് നേരം മുറ്റത്ത് സെർച്ച് ചെയ്യാം, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. ഞാനും ചേച്ചിയും മാത്രമേ ഉള്ളൂ ഇവിടെ. എൻ്റെ ശവത്തി ചവിട്ടിയിട്ടേ ചേച്ചീനെ തൊടാൻ ഞാനൊരു പട്ടേൽ കുന്നേനെ പോലെ അനുവദിക്കുകയുള്ളൂ. ഇവിടെയൊന്നും ആരുമില്ലെന്ന് തോന്നുന്നു. കുറച്ച് നേരം ഇവിടെ നിൽക്കാം. ഇവിടെ ഇല്ലെങ്കിൽ ആ ചേച്ചി പിടിച്ച് കൂട്ടിക്കേറ്റും. ഞാൻ ഇവിടേക്കൊന്ന് തിരഞ്ഞടന്നേക്കാം. അമ്മ പോകാൻ വെയില കരുത്തോകും. അങ്ങനെ പിന്നെ ഞാനും ചേച്ചിയും കൂടി മീനൊക്കെ പോയി നോക്കി. മീൻ ഉണ്ടോ ഇല്ലയോ, ചത്തോ ജീവനോടെ ഉണ്ടോ എന്നൊക്കെ. പിന്നെ തേങ്ങ പെറുക്കാൻ പോയി. ഈ തെങ്ങിൽ നിന്നാണ് ഞങ്ങൾ തേങ്ങ എടുക്കുന്നത്. തേങ്ങ ഞാനാണ് തെങ്ങിൽ നിന്ന് വീഴുമ്പോൾ വീട്ടുകാർക്ക് എടുത്തു കൊടുക്കുന്നത്. ആ ഡ്യൂട്ടിക്ക് തേങ്ങ ഉണ്ടാവും നോക്കാൻ പോയതാ. ഹായ്, ഈ ജമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ജമ്പ് ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യണം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.